السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ റമളാൻ അതിൻ്റെ ആദ്യത്തെ 10 നമ്മോട് വിട പറയാൻ അടുത്തിരിക്കുകയാണ്. റമളാൻ 10 നമുക്ക് അനുസ്മരിക്കാനുള്ളത് പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ ഭാര്യ, ലോക വനിതകൾക്ക് ഉത്തമ മാതൃകയായ, ലോകത്ത് തന്നെ എല്ലാവരാലും പ്രശംസിക്കപ്പെട്ട, നാളെ സ്വർഗീയ ലോകത്ത് 4 സ്ത്രീകളെ മഹത്വവൽക്കരിക്കപ്പെട്ടപ്പോൾ അവരിൽ പ്രധാനിയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയ ഖദീജ റളിയല്ലാഹു അൻഹ, അവിടത്തെ അനുസ്മരിക്കാൻ 5 മിനിറ്റ് കൊണ്ടോ 5 മണിക്കൂർ കൊണ്ടോ കഴിയില്ല എങ്കിലും ബറക്കത്തിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യ കുടുംബത്തിൽ ഖുവൈലിദിന്റെയും ഫാത്തിമയുടെയും മകളായി ജനിച്ച് 2 ഭർത്താക്കന്മാർ വിവാഹം ചെയ്ത്, അത്തീഖും അബൂഹാലയും വിവാഹം ചെയ്ത്, അവർ 2 പേരിലും 3 കുട്ടികളെ ലഭിക്കുകയും 2 ഭർത്താക്കന്മാരും നേരത്തെ തന്നെ വിട പറഞ്ഞു പോവുകയും ചെയ്ത വിധവയായ ഒരു സഹോദരിയായിരുന്നു, ഒരു സ്ത്രീയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. വർഷങ്ങളോളം ഭർത്താക്കന്മാരില്ലാതെ കഴിഞ്ഞുകൂടുകയും അന്ന് മക്കയിൽ ഏറ്റവും വലിയ കച്ചവടക്കാരിയും നല്ല സൗന്ദര്യവതിയുമായ വിധവയായ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹ ആലോചനയുമായി പലരും ബന്ധപ്പെട്ടെങ്കിലും തൻ്റെ സ്വന്തം മക്കളെ പോറ്റി വളർത്തുന്നതിൽ സന്തോഷം കണ്ടെത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അവിടെയാണ് ഒരിക്കൽ ഒരു ആഘോഷ ദിനത്തിൽ ഒരു ജൂതനായൊരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ വന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരു പ്രവാചകന്റെ ഭാര്യയാവാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ ശ്രമിച്ചുകൊള്ളട്ടെ എന്ന് പറയുകയും ഖദീജ റളിയല്ലാഹു അൻഹ ആ സമയത്തു തന്നെ ഇവിടെ ഒരു പ്രവാചകനാവാൻ, അന്ത്യപ്രവാചകനാവാൻ സാധ്യതയുള്ള ഒരാളെ സംബന്ധിച്ച് നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ വിശ്വസ്തനെന്നും സത്യസന്ധനെന്നും ഉത്തമനെന്നും വിശ്വസിച്ചിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലുള്ള എല്ലാവരും വളരെ ആദരവോടുകൂടി കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ തന്റെ പ്രിയപ്പെട്ട വാപ്പയും തന്റെ പ്രിയപ്പെട്ട ഉമ്മയും നേരത്തെ തന്നെ വിട പറഞ്ഞു പോയപ്പോൾ അനാഥനായി കഴിഞ്ഞുപോയ നബി തങ്ങളെ സംരക്ഷിച്ചിരുന്നത് അബൂ ത്വാലിബായിരുന്നു. ഏകദേശം 25 വർഷത്തോടടുത്തപ്പോൾ, 25 വയസ്സിനോടടുത്ത സമയത്ത് അബൂ ത്വാലിബിന്റെ ആവശ്യപ്രകാരം ശ്യാമിലേക്ക് കച്ചവടത്തിന് പോയിട്ടുണ്ട്. ആ ഇടക്കാണ് ഖദീജ റളിയല്ലാഹു അൻഹ കച്ചവടത്തിന് ആളെ കിട്ടാൻ വേണ്ടി തന്റെ സമ്പത്ത്
തൻ്റെ കച്ചവട സാധനങ്ങൾ ഷാമിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളെ അന്വേഷിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുടെ ഒരു കച്ചവടക്കാരനായി ഷാമിലേക്ക് യാത്ര പോവുകയാണ്. വളരെ ചുരുക്കിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ വളരെ നല്ല വിശ്വാസം പ്രകടിപ്പിച്ച ഖദീജ, പ്രത്യേകിച്ച് പ്രവാചകനാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഖദീജ, എല്ലാ ഗുണവിശേഷണങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി തൻ്റെ അടിമ മൈസറത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് അത്ഭുതങ്ങളായിരുന്നു യാത്രയിലുടനീളം മൈസറത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിയിലുടനീളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേഘം തണലിട്ടു കൊടുത്തു. ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നപ്പോൾ അവിടെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേഘം തണലിടുകയും യുസ്തൂറ എന്ന പുരോഹിതൻ അവരുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞൊരു വിശേഷണമുണ്ട്: ഈ മരച്ചുവട്ടിൽ വിശ്രമിച്ചത് പ്രവാചകന്മാരു മാത്രമാണ്, പ്രവാചകനാവേണ്ട ആളാണ്. ഈ എല്ലാ വിശേഷണങ്ങളും കണ്ടു മനസ്സിലാക്കിയ മൈസറത്ത് കച്ചവടമെല്ലാം കഴിഞ്ഞ് വളരെ നല്ല ലാഭത്തോടുകൂടി തിരിച്ചു വന്ന് തൻ്റെ യജമാനത്തി ഖദീജ റളിയല്ലാഹു അൻഹായോട് എല്ലാ വിശേഷണങ്ങളും ഓർമ്മപ്പെടുത്തി. അതോടുകൂടി ഖദീജ ബീവിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനവും അവിടത്തോടുള്ള വിശ്വസ്തതയും നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. തൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഈ മുഹമ്മദിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കാൻ അവസരം കണ്ടെത്തുകയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അതിനുവേണ്ടി പിതൃവ്യനാകുന്ന അബൂ ത്വാലിബിനോട് അന്വേഷണത്തിന് ആളെ പറഞ്ഞേക്കുകയും അള്ളാഹുവിൻ്റെ സാബിഖായ ഖളാ പ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീവി ഭർത്താവായി സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലരും കെട്ടുകഥകളുണ്ടാക്കി ഒരു പ്രണയത്തിൻ്റെ ലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഖദീജ ബീവിയെയും വലിച്ചിഴക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ആളാണ്. ആ സൗന്ദര്യമുള്ള പ്രവാചകന് വിധവയായ 2 ഭർത്താക്കന്മാരെ സ്വീകരിച്ച ഒരു ഖദീജയെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. എത്രയോ സുന്ദരികളായ പെൺകുടിമാർ മക്കയിലുള്ള സമയത്ത് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചതിൽ ഒരുപാട് സാമൂഹികമായ ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും അതിൽ നമുക്ക് കാണാൻ കഴിയും. നേരെ തിരിച്ച് ഖദീജ ബീവി ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കുക എന്നതല്ല ഉദ്ദേശിച്ചത്. എൻ്റെ കച്ചവട സാധനങ്ങളൊക്കെ വിൽപ്പന നടത്താൻ പറ്റിയ ഒരു സത്യസന്ധനും അതേ പ്രവാചകനാവാൻ സാധ്യതയുള്ള ഒരാളെ എനിക്ക് വരനായി കിട്ടിയാൽ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വിവാഹത്തിലൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 മക്കളെ ഖദീജ ബീവി സംഭാവന നൽകിയിട്ടുള്ളത്. വളരെ ചുരുക്കി ഓർമ്മപ്പെടുത്തുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്യുമ്പോൾ ഖദീജ ബീവിക്ക് 40 വയസ്സും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സും മാത്രമാണ് പ്രായമുള്ളത്. വഫാത്താകുന്നത് വരെ മറ്റൊരു ഭാര്യമാരെ സ്വീകരിക്കാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബുവത്തിന്റെ ആദ്യഘട്ടത്തിൽ ഹിറാ പർവ്വതത്തിൽ ധ്യാന നിരതനായിരിക്കുന്ന സമയത്താണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദിവ്യ സന്ദേശവുമായി കടന്നു വരുന്നത്. ഇഖ്റ ബിസ്മി ചൊല്ലാൻ വേണ്ടി ആജ്ഞാപിച്ചപ്പം വല്ലാത്ത പ്രയാസപ്പെട്ടൊരു സമയം പേടിച്ച് വിറച്ച് ഖദീജ ബീവിയിലേക്ക്
കടന്നു വന്നു സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടണമെന്ന് പറഞ്ഞപ്പം പ്രിയപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവിടെ സമാശ്വസിപ്പിച്ച വാചകങ്ങൾ ഇന്നും തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയാണ് കുടുംബിനികള് ഖദീജ ബീവിയിൽ മാതൃക കണ്ടെത്തേണ്ടത്. അവിടെ നിന്ന് എന്തിന് നിങ്ങൾ പോയി, അവിടെ പോയി ധ്യാനനിരതനായിരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ച് പേടിപ്പെടുത്തുന്നതിന് പകരം ആശ്വാസത്തിന്റെ വാക്കുകളാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്. വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ, ഓ മുഹമ്മദ് നബിയെ, ഓ ഭർത്താവേ, നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങളെ ഒരിക്കലും അല്ലാഹു നിന്യനാക്കുകയില്ല. ഇന്നക ലതസ്വിലുർ റഹിമ, നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല, എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിക്കാനുള്ള മനക്കരുത്തുള്ള ആളാണ്. വതുഖിറുൽ ലൈഫ, അതേ അതിഥികളെ ബഹുമാനിക്കുന്നവരാണ്. വതക്സിബുൽ മഅദൂം, ഇല്ലാത്ത ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. വനവ, അതേ എല്ലാം സഹിക്കാൻ തന്റെ ഇടമുള്ള കഴിവുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അല്ലാഹു പരാജയപ്പെടുത്തുകയില്ലെന്ന് പറഞ്ഞ് ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകി എല്ലാവിധ സപ്പോർട്ടും ചെയ്ത ഖദീജ റളിയല്ലാഹു അൻഹ. നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭർത്താവിന് പ്രയാസമുണ്ടാകുമ്പോൾ എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് ഖദീജ ബീവിയിൽ കുടുംബിനികളായ പല ആളുകൾക്കും മാതൃകയാണ് എന്നത് ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വരെ മറ്റൊരു ഭാര്യമാരെ കല്യാണം കഴിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, എല്ലാവിധ ഗുണവിശേഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു പിതാവിന്റെ സ്ഥാനത്ത്, ഒരു മാതാവിന്റെ സ്ഥാനത്ത്, ഒരു ഭാര്യയുടെ സ്ഥാനത്ത് എല്ലാം ഒത്തിണങ്ങിയ ഖദീജ റളിയല്ലാഹു അൻഹ വല്ലാത്ത സന്തോഷമായിരുന്നു ആ ജീവിതത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. ഖദീജ ബീവിയുടെ വഫാത്ത് നമുക്കറിയാം. ഖദീജ ബീവിയും അബൂ താലിബും വിട പറഞ്ഞ ആ സമയം ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന് വിശേഷിക്കപ്പെട്ട ആ ഒരു സമയം വല്ലാത്തൊരു പ്രയാസത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിനുശേഷമാണ് മറ്റ് ഭാര്യമാരുമായി വിവാഹ ആലോചന നടത്തുന്നതും മറ്റു ഭാര്യമാരുമായി വിവാഹത്തിലേർപ്പെടുന്നതും. ഇവിടെയും മനസ്സിലാക്കേണ്ട ഒരു സംഭവങ്ങളുണ്ട്. പലപ്പോഴും സ്ത്രീലംബടനാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കേണ്ടതുണ്ട്. പലപ്പോഴും പലരെയും വിവാഹം ചെയ്തിട്ടുള്ളത് സാമൂഹികമായ, രാഷ്ട്രീയമായ, അതേ ഒരുപാട് കാഴ്ചപ്പാടുകളോടും കൂടി മാത്രമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ളത്. ഒരുപാട് വിധവകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിത പങ്കാളിയാക്കിയിട്ടുണ്ട്. അതിൽ കന്യകയായി ആയിഷ ബിവി റളിയല്ലാഹു അൻഹ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ മഹദി ഖദീജ റളിയല്ലാഹു അൻഹയെ എല്ലാ സമയത്തും ഇങ്ങനെ പ്രശംസിച്ചു കൊണ്ടിരിക്കും. ഖദീജ ബീവിയുടെ പേരിൽ പലപ്പോഴും ആടിനറുത്ത് കൂട്ടുകാരിലേക്ക് ഹദിയ ചെയ്തു കൊടുത്തയക്കും. മഹദി ഖദീജ റളിയല്ലാഹു അൻഹയെ ഒരിക്കൽ ഇങ്ങനെ പ്രശംസിച്ചു കൊണ്ടിരിക്കുമ്പോൾ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഹബീബായ തങ്ങളോട് ചോദിച്ചു, അല്ലയോ നബിയെ, അല്ലയോ ഭർത്താവേ, നിങ്ങളെപ്പോഴും ഖദീജയെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവല്ലോ, നിങ്ങൾക്ക് ഖദീജ അല്ലാതൊരു ഭാര്യമാരില്ല എന്ന് തോന്നുന്ന രൂപത്തിൽ ഒരു വിധവയായ, ഒരു പ്രായമുള്ള ഒരു പെണ്ണിനെയാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ലാ വല്ലാഹ് മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, എനിക്ക് ഖദീജയേക്കാൾ പകരമുള്ള ഒരാളെ അല്ലാഹു തആല നൽകിയിട്ടില്ല. ആമനത് ഇദ് കഫറന്നാസ്, എല്ലാവരും അവിശ്വസിച്ചപ്പോഴും എന്നെ വിശ്വസിക്കാനുണ്ടായിരുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. വസദ്ദഖനി വകദ്ദബനി നാസ്, എന്നെ വാസ്തവമാക്കിയത്, ജനങ്ങളൊക്കെ എന്നെ കളവാക്കിയ സമയത്തും എന്നെ വാസ്തവമാക്കിയത് ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. വവാസത്തനി ഫീ മാലിഹാ ഇദ് ഹറമനി നാസ്, എല്ലാവരും കൈയൊഴിഞ്ഞ് സമ്പത്തില്ലാതെ വല്ലാത്ത പ്രയാസപ്പെട്ടപ്പോ എല്ലാം കൊണ്ടും സഹകരിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. വറസഖനി മിൻഹാ ഔലാദൻ, ഒരുപാട് സന്താനങ്ങളെ, 7ഓളം സന്താനങ്ങളെ എനിക്ക് സംഭാവന നൽകിയത് ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. മറ്റൊരു ഭാര്യമാരിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കളെ ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ പറഞ്ഞ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പിന്നീട് ഒരിക്കലും അതേ സംബന്ധിച്ച്
ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഒരു ചെറിയ 5 മിനിറ്റിനുള്ളിൽ അവിടുത്തെ ബറക്കത്തിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ഓർമ്മപ്പെടുത്തിയത്. ഖദീജ റളിയല്ലാഹു അൻഹ ലോക സ്ത്രീകൾക്ക്, ലോക കുടുംബിനികൾക്ക് ഉത്തമ മാതൃകയായ വനിതയായിരുന്നു. പ്രിയപ്പെട്ട ആ ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്തുനിന്ന് വിട പറയുന്നത് തന്റെ 65-ാമത്തെ വയസ്സിൽ, ഹിജ്റയുടെ ഏകദേശം 3 വർഷം മുമ്പ് റമദാൻ 10-ന്റെ ദിവസമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ വിട പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ കുടുംബിനികൾക്ക് അല്ലാഹു തആല എല്ലാവിധ റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമദാനിന്റെ മഹത്വം കൊണ്ട് മഹദി ഖദീജ റളിയല്ലാഹു അൻഹയുടെ എല്ലാവിധ കറാമത്ത് കൊണ്ടും ലോകത്ത് അനുഭവപ്പെടുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു തആല ശാശ്വതമായ പരിഹാരം നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.